Hi dears, welcome back to my new video. Craft Stories-ന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തികച്ചും ക്രോഷേ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കോമൺ ആയിട്ട് വരുന്ന കുറച്ച് സംശയങ്ങൾ കാണുമല്ലോ. അതിനുള്ളൊരു ഉത്തരവാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എൻ്റെ മിക്ക വീഡിയോസിലും കോമൺ ആയിട്ട് വരുന്നൊരു കമൻറ്റാണ് യാൺസ് ഒക്കെ എവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന്. അപ്പോൾ നമുക്ക് യാൺ എവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന് നോക്കിയാലോ. എനിക്ക് മിക്കവാറും വരുന്ന ചോദ്യങ്ങളിൽ ഒരു കോമൺ ചോദ്യമാണ് യാൺസ് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെന്ന്. ഞാൻ ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ലോക്കലിയും വാങ്ങാറുണ്ട്. ഓൺലൈനായിട്ട് ഞാൻ വാങ്ങുന്നത് കൂടുതലായിട്ടും മാജിക് നീഡിൽ എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ്. അതല്ല ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും ഒക്കെ നമുക്ക് യാൺസ് വാങ്ങാവുന്നതാണ്. ഈ ലോക്കലി എവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ ബട്ടൺ ഹൗസസ് ഇല്ലേ, ഈ തയ്യൽ സാധനങ്ങളൊക്കെ കിട്ടുന്ന കടകളിൽ നമുക്ക് യാൺസ് കിട്ടും. അവിടെ കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള യാൺ എന്ന് പറഞ്ഞാൽ ഈ വുളൻ യാൺസ് ആയിരിക്കും കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ആക്ച്വലി ക്രോഷേ സ്റ്റാർട്ട് ചെയ്തത് ഞാൻ പഠിക്കാൻ തുടങ്ങിയത് ഈ യാൺസ് യൂസ് ചെയ്തിട്ടാണ്. നമ്മൾ ഈ യാൺസ് വാങ്ങുമ്പോഴും ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം വാങ്ങാനായിട്ട്. ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനത്തെ ഡാർക്ക് കളേഴ്സ് യാൺസ് വാങ്ങാതിരിക്കുക. എപ്പോഴും ലൈറ്റ് കളേഴ്സ് യാൺസ് ഒക്കെയാണ് നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ചെയ്യുന്ന സ്റ്റിച്ചസ് ഓരോന്നും വിസിബിളായിട്ട് നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. കാരണം തന്നെ ഡാർക്ക് കളർ യാൺസ് വാങ്ങരുത്. ഈ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒത്തിരി തിന്നായിട്ടുള്ള യാൺസ് വാങ്ങല്. ഒരു മീഡിയം റേഞ്ചിലുള്ള യാണ് തന്നെ വാങ്ങാൻ ശ്രമിക്കണം. ഇതൊരു മീഡിയം റേഞ്ചിലുള്ള യാണാണ്, കുറച്ചുകൂടെ തിക്കായിട്ടുള്ള യാണാണ്. ഇതിൽ ഈ മീഡിയം റേഞ്ചിലുള്ള യാണ് തന്നെ ബിഗിനേഴ്സ് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഇത്രയും ഫറായിട്ടും സ്ലിപ്പറി ആയിട്ടുള്ള യാൺസും സെലക്ട് ചെയ്യരുത് ബിഗിനേഴ്സ്. മാക്സിമം ഇത്രയും ക്ലീൻ ആയിട്ടുള്ള യാൺസ് തന്നെ സെലക്ട് ചെയ്യണം. ഇത്രയൊക്കെ തന്നെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു യാൺ മേടിക്കാം. ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള യാൺസാണ്. ഇത് രണ്ടും വുളൻ യാളാണ് എടുത്തേക്കുന്നത്. ഇത് പോളിസ്റ്റർ യാണാണ്. ഈ യാണിൻ്റെ കൂടെയുള്ള ഈ പാക്കിങ്ങില്ലേ, ഈ പാക്കിങ്ങിൽ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും കാണും. യാണിൻ്റെ വിഡ്ത്ത് എന്താണെന്നും അതുപോലെ എന്ത് ടൈപ്പ് യാണാണെന്നുള്ളതും അതുപോലെ ചില പാക്കേജിൽ അതിനകത്ത് ഏത് ഹുക്കാണ് യൂസ് ചെയ്യേണ്ടതെന്ന് തന്നെ മെഷർമെൻറ്റിനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇതുണ്ട് 4.5 mm. ഇത് ആക്ച്വലി ഇത് അക്രിലിക് യാണാണ്. ഇത് ഫസി ആയിട്ടുള്ള ഫറാണാണ്. അക്രിലിക് തന്നെയാണ്, പക്ഷേ ഇത് കണ്ടോ, ഇതിൻ്റെ ഫറ് കണ്ടോ. ഇത് ബിഗിനേഴ്സ് സെലക്ട് ചെയ്യില്ല. ഇത് ഭയങ്കര തിന്നുമാണ് ഈ യാണ്. അതുപോലെ ഇത് ബ്ലാങ്കറ്റ് യാണാണ്. ഇങ്ങനത്തെ ഒത്തിരി ടൈപ്പ് യാണ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ലോക്കലി വാങ്ങുന്നവർക്ക് ഈ യാൺസ് ആയിരിക്കും അവൈലബിൾ ആയിട്ട് കിട്ടുന്നത്. ഇത് ഭയങ്കര റേറ്റ് കുറവാണ്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ് കേട്ടോ. ഈ ഒരു ബണ്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 രൂപയ്ക്ക് കിട്ടും. പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് ഇത് ധാരാളം തന്നെയാണ്. ക്രോഷേ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും മെയിനായിട്ട് വേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഈ ഹുക്ക് എന്ന് പറയുന്നത്. ഇങ്ങനത്തെ ഡിഫറെൻറ്റ് സൈസിലുള്ള ഹുക്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ട് കിട്ടും. ഇത് നമുക്ക് ലോക്കലിയും വാങ്ങാം, ഓൺലൈനായിട്ടും വാങ്ങാം. ലോക്കലി കോമൺ ആയിട്ട് ഈ ഒരു ഐറ്റം ആയിരിക്കും കിട്ടുന്നത്. ഇതിൻ്റെ കറക്റ്റ് ഇതിനകത്ത് സൈസൊന്നുമില്ല, കറക്റ്റ് ഈ ഒരു ടൈപ്പ് ആയിരിക്കും കിട്ടുന്നത്. ഇത് വാങ്ങിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക്. അതല്ല കുറച്ചൊക്കെ പരിചയമുള്ളവർക്ക് നമുക്ക് ഡിഫറെൻറ്റ് സൈസിൽ ഹുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഒരു മീഡിയം റേഞ്ചിലുള്ള യാണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു 2.5 mm ഹുക്ക് ധാരാളം മതിയായിരിക്കും. മിക്കവാറും എല്ലാ യാൺസിനും ഇത് സൂട്ടബിൾ ആയിരിക്കും. ഇത് ഭയങ്കര തിന്നായിട്ടുള്ളതാണ്. നമ്മുടെ എംബ്രോയ്ഡറി നൂല് വെച്ചൊക്കെ ചെയ്യുന്നവർക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യാം. അത് ബ്ലാങ്കറ്റ് യാണൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ഇതുപോലത്തെ ഹുക്സ് യൂസ് ചെയ്യാവുന്നതാണ്. അടുത്ത ഐറ്റമാണ് ഇത്. ഈ സ്റ്റിച്ച് മാർക്കേഴ്സ് ഇത് പ്രയോറിറ്റി ആണോ എന്ന് ചോദിച്ചാൽ ആണ്. നമുക്ക് വേണമെങ്കിൽ ഈ സ്റ്റിച്ച് മാർക്കേഴ്സ് തന്നെ വേണമെന്നില്ല. നമുക്ക് സേഫ്റ്റി പിൻ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ നമ്മുടെ പേപ്പർ ക്ലിപ്പ് ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. നമുക്ക് അതല്ല ഏറ്റവും ഈസി ആയിട്ട് വേറൊരു കളറിലെ യാണ് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഈ നീഡിൽ ലാസ്റ്റ് സമയം സ്ക്രൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ നീഡിലിൻ്റെ ആവശ്യം വരും. സാധാരണ നീഡിൽസിൽ കൂടെ ഈ യാൺ പാസ് ചെയ്യത്തില്ല. അത് കാരണം തന്നെ ഇങ്ങനത്തെ നീഡിൽസിൻ്റെ ആവശ്യം വരും. ഇത്രയും ഐറ്റംസ് മതി നമുക്കൊരു ക്രോഷേ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഈ 2 ഐറ്റം ഇല്ലെങ്കിലും നമുക്ക് യാണും ഹുക്കും മാത്രം മതി സ്റ്റാർട്ട് ചെയ്ത് പഠിക്കാനും വേണ്ടിയിട്ട്. ക്രോഷേ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നവർക്ക് ഉള്ള കോമൺ ആയിട്ട് വരുന്ന ഡൗട്ട്സൊക്കെ ഇവിടെ ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും. അപ്പോൾ ടാറ്റാ ബേബി, അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.